നഗരത്തിലെ പാതയോരങ്ങൾ CPM കയ്യേറണം. അതിപ്പോൾ കൊച്ചിയിൽ മാത്രമല്ല, കേരളം മുഴുവൻ അങ്ങനെ തന്നെ അവർ. അപ്പോൾ ഇതിൽ ചേച്ചി ഈ CPMനെതിരായിട്ട് ഭയങ്കര ശക്തമായിട്ട് പോരാടുന്നുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം ഇടപെടുന്നുണ്ട്. അപ്പോൾ അടുത്തിടെ ചേച്ചിക്ക് അതിൻ്റെ ഫലമായിട്ട് അമ്പലത്തിൽ, എറണാകുളത്തപ്പൻ അമ്പലത്തിൽ പോലും ചേച്ചിക്ക് വിലക്ക് വന്നു എന്ന് അറിഞ്ഞു. അതെന്തായിരുന്നു കാര്യം? അവളെ ശരിക്കും പറയുകയാണെങ്കിൽ അധികാരമുണ്ടെങ്കിൽ എന്തും ചെയ്യാന്നുള്ള ധാർഷ്ട്യമാണ് അവർക്ക്. ഇപ്പോൾ കോടതി വിധി വന്നല്ലോ, 1000 പേർക്കോ 10,000 പേർക്കൊക്കെ എതിരായിട്ട് പാതയോരം കയ്യേറി മീറ്റിംഗ് നടത്തിയതിന്. അപ്പോൾ ഇപ്പം എന്താ അന്ന് നടന്നതെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ വെറുതെ എൻ്റെ ഡിവിഷനിൽ കൂടെ നടന്നു പോകുമ്പോൾ സൗത്ത് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വലിയ വീതിയുള്ള ഇതാണ്, നടപ്പാതയാണ്. അവിടെ ഒരു റോ കസേര ഇട്ടിട്ടുണ്ട്, കുറുകെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നടക്കാൻ പറ്റില്ല, 2 സൈഡിലും ഇട്ടിട്ടുണ്ട്. പിന്നെ റോഡിലേക്ക് ഒരു 4 അടി ഇറക്കി വെച്ചിട്ട് കസേരകൾ തമ്മിൽ ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ടിരിക്കുക, വേറെ വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി അവർ ഇയർമാർക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്തെടുത്തേക്കാം. നോക്കുമ്പോൾ ഒരു ഫ്ലെക്സ് വെക്കാൻ പാടില്ല എന്ന് അവർ പറയും, ഉള്ള ഫ്ലെക്സുകളൊക്കെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. പക്ഷെ അവരെടുക്കൂല കേട്ടോ. കൊടികളൊക്കെ ഓരോ തൂണിൽ നിന്നും നമ്മുടെ മേത്തേക്ക് വീഴുന്ന പോലെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഓക്കെ, ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ തുണി മാത്രമേ ഇതാവുള്ളൂ. ഇപ്പം നമ്മളൊന്ന് നോക്കാണ്ട് നടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നടപ്പാതയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഇത് അറ്റത്താണല്ലോ നിൽക്കുന്നത്, നമ്മുടെ തലയിലേക്ക് വന്ന് കണ്ണിലേക്കൊക്കെ വന്ന് ഇടിക്കാൻ പറ്റും. അപ്പം സെൻട്രൽ ഗവൺമെന്റിന്റെ ജനദ്രോഹപരമായ നടപടികൾക്കെതിരെ ബഡ്ജറ്റിൽ കേരളത്തിനെ അവഗണിച്ചതിനെതിരെ കാൽനട പ്രചരണ ജാഥ ആണ് നടക്കുന്നത്. ഇവിടുത്തെ സെക്രട്ടറി മോഹൻ സാറിന്റെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടക്കുന്നുണ്ടെന്നാണ് എഴുതിയത്. അപ്പം അതിന് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ കാണിച്ചിരിക്കുന്നത്? അത് ഓക്കെ, നടപ്പാതെ ഓക്കെ, ഈ റോഡിലേക്ക് വെച്ചിരിക്കുന്നതെങ്കിലും എടുത്ത് ഉള്ളിലേക്ക് വെക്കൂ, അവർ വരുമ്പോൾ മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ പറഞ്ഞു, ഇല്ല അങ്ങനെ മാറ്റിയില്ലെങ്കിൽ വേറെ വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്യും. നമ്മൾ നിങ്ങൾ ഇവിടെ നിന്ന് പറയൂ, ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് നടന്നു പോകില്ല, അല്ലെങ്കിൽ ആൾക്കാർ റോഡിന്റെ നടുക്ക് കൂടെ നടക്കണ്ടേ. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ആൾക്കാരാണ്, പലരുടെയും കയ്യിൽ ട്രോളി ബാഗ് ഉണ്ട്, റോഡിന്റെ നടുക്ക് കൂടെ അവർക്ക് പോകാൻ പറ്റില്ലല്ലോ. ഉടനെ ഇവർ ഭയങ്കര വയലന്റായി, ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള നിങ്ങളുടെ ഇതാണ്, ഞങ്ങൾ ഒരു നിമിഷം പോലും കൗൺസിലറായിട്ട് ഇവിടെ വെക്കൂല, ഇവിടെ നിങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ശല്യമാണ്, കോൺഗ്രസിന്റെ കൗൺസിലർ ഉണ്ടായിരുന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മൾ അങ്ങനെയല്ല, ഇത് ധാരാളം കുട്ടികൾ വരുന്ന സ്ഥലമാണ്, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന സ്ഥലമാണ്. അപ്പൊ അവരുടെ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ച് പറഞ്ഞത്, രാഷ്ട്രീയമായിട്ട് നിങ്ങൾ കാണല്ലേ, ഒരു മനുഷ്യ സ്നേഹി, നിങ്ങൾക്ക് മാത്രമേ മനുഷ്യ സ്നേഹമുള്ളൂ, ഞങ്ങളാണ് മനുഷ്യ സ്നേഹമുള്ള ആൾക്കാർ. അങ്ങോട്ട് ഭയങ്കര ഹീറ്റാവാണ്. അത് കഴിഞ്ഞ് എൻ്റെ കൂടെയുള്ള അദ്ദേഹം വന്ന് പറഞ്ഞു, ചേച്ചി നമുക്ക് പോവാം. അവർ പറഞ്ഞു, അവരെ മര്യാദയ്ക്ക് വിളിച്ചോണ്ടോ, അല്ലെങ്കിൽ അവരെ ദേഹം തടി കേടാവാണ്ട് മര്യാദയ്ക്ക് വിളിച്ചോണ്ടോ, ഇവിടെ രാഷ്ട്രീയം കളിക്കാനൊന്നുമില്ല, കളിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊക്കെ കണ്ണടയ്ക്കാൻ പഠിക്കാൻ അവരോട് കണ്ണടയ്ക്കാൻ പഠിക്കാം. അപ്പൊ ഞാൻ അതായത് ഈ നമ്മുടെ കുതിരകൾ ഇങ്ങനെ ബ്ലൈൻഡേഴ്സ് വെച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ട് നേരെ തന്നെ അവർക്ക് ആ ഓട്ടത്തിലൊക്കെ പോകണം, അതായത് അങ്ങനെ നടന്നോളണം ഇങ്ങനെ. അപ്പൊ ഇവര് പറഞ്ഞ അങ്ങനെയല്ല, കണ്ണടച്ച് നടക്കണം എന്നാ പറയണേ. അപ്പൊ പിന്നെ കൗൺസിലർ ആകുമ്പോൾ നമ്മുടെ ബാഡ്ജിനൊപ്പം ഈ കണ്ണ് കെട്ടാനൊരു തുണിയും വായ കെട്ടാനൊരു തുണിയും ചെവിയിൽ വെക്കാൻ 2 ഇതും തന്നാല്, ബഡ്സും തന്നാലും നമുക്ക് നല്ല കൗൺസിലർ ആവാം. ഒന്നും കാണുകയും വേണ്ട, ഒന്നും കേൾക്കുകയും വേണ്ട, ഒന്നും സംസാരിക്കുകയും പ്രതികരിക്കുകയും വേണ്ട, തടി കേടാവുന്നു. അപ്പോൾ ഇയാൾ വന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അങ്ങനെ വന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞാനൊരു ജേർണലിസ്റ്റ് ആണല്ലോ, വിടൂല, ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കാറെടുത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 2:30 മണിക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ധാരാളം പേര് അവിടെ നിറഞ്ഞ് കവിഞ്ഞ്, റോഡിലേക്കും കവിഞ്ഞ്, വാഹനങ്ങളൊക്കെ ആയിട്ട് നല്ല മീറ്റിംഗ് നടക്കുക. ഒരു പോലീസ് കുട്ടിയില്ല. അപ്പം നമ്മൾ എവിടെ മീറ്റിംഗ് വയ്ക്കണമെങ്കിലും പോലീസിന്റെ മുൻകൂർ അനുവാദം വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവര് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയല്ലേ, അപ്പൊ ഒന്നും വേണ്ട. ഞങ്ങളുടെ BJPയുടെ ഒക്കെ കോർപ്പറേഷൻ മാർച്ചിന് പേടിയാവും നമുക്ക്. ഭയങ്കര ബാരിക്കേഡുകൾ, ഭയങ്കര ലാത്തി, അത് ഇത്, ഹെൽമെറ്റ് വെച്ച പോലീസ്, അവരുടെ പ്രൊട്ടക്ഷൻ ഷീൽഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണ കണ്ടാല് ഇപ്പൊ നമ്മളിങ്ങനെ ഡാൻസിൽ ഇങ്ങനെ തൊടുത്തുവിടില്ല, അതുപോലെ ഇപ്പം അടിച്ച് ചെരിപ്പത്തുമ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എന്തിനാണ് എൻ്റെ മക്കളെ ഇങ്ങനെയൊക്കെ നിർത്തി പേടിപ്പിക്കണേ? ഞങ്ങൾ സമാധാനപരമായിട്ട് വന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ട് പോകും, ഞങ്ങളൊരു റോഡും ബ്ലോക്ക് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ അവരോട് പറയും, ജില്ലാ കമ്മിറ്റിയുടെ ജാഥയ്ക്ക്. പക്ഷെ എന്തുമാത്രം പോലീസിനെയാണ് അവർ വിന്യസിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇവരുടെ ഇത്രയും CPMന്റെ ഇവരുടെ ഇത്രയും വലിയ ജാഥയ്ക്ക് ഒരു പോലീസിനെ പോലും ഞാൻ മഷിയിട്ട് നോക്കിയിട്ട് അവിടെ കണ്ടില്ല. ഇങ്ങനെ ഒരു കാര്യം. അതിനിടയ്ക്ക് ഞാനിവരുടെ കണ്ണിലെ കേടാണ്. അതിന് മുമ്പ് DYFIക്കാർ എന്നോട് പറഞ്ഞു, ഇതേ സ്ഥാനത്ത് തന്നെ എന്നെ ദോശച്ചട്ടിയിൽ ചുട്ടെടുക്കുന്നു. അതിന് ഇതുവരെ ഒരു FIR ആയിട്ടില്ല. എന്തെങ്കിലും ഒരു FIR എടുക്കണമെങ്കിൽ നമ്മളെ ലൈംഗികമായി പീഡിപ്പിക്കണമെന്ന്. അതെൻ്റെ പൊന്നുമോളെ ഞാൻ ഇപ്പോഴറിഞ്ഞ്.
ചേച്ചി അങ്ങനെ ഒരു വാക്ക് കൊടുത്താൽ അങ്ങനെ ഞാൻ വാക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നെ ചുട്ടെടുക്കുന്നു പറഞ്ഞാൽ അതൊരു ഭീഷണിയല്ലേ, അതിനൊരു FIR ഇട്ടൂടെ? 2 പറോട്ടയും ഒരു ബീഫും എൻ്റെ വായിലേക്ക് കുത്തി കയറ്റി വെക്കാൻ പറഞ്ഞാൽ അതൊരു ഭീഷണിയല്ലേ? അതിന് FIR ഇടൂലേ? എന്താണ് FIR ഇടൂല എന്ന് കഴിഞ്ഞ ആഴ്ചയും കൂടെ കളക്ടറുടെ മുമ്പിൽ വെച്ച് ഞാൻ CEO സംസാരിച്ചു. സാർ ഇതിനൊക്കെ എങ്ങനെയാ സാർ കേസെടുക്കണേ, ലൈംഗികപരമായിട്ട് പീഡിപ്പിക്കണം? അതായത് നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ കൊല്ലുവാണെങ്കിൽ ദേഹോപദ്രവിപ്പിച്ചാലും ഒരു പ്രശ്നമില്ല, ലൈംഗികമായി എന്നെ ഉപദ്രവിച്ചില്ലല്ലോ. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ എറണാകുളത്ത് അമ്പലത്തിൽ ഉത്സവം നടക്കും. അത് ദൈവമില്ല എന്ന് കൈതൊട്ട് സത്യം ചെയ്യുന്ന MLA-മാരൊക്കെ കൂടെ ചേർന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഭരിക്കുന്നത്. അവിടുത്തെ ദേവസ്വം ഓഫീസർ കറ കളഞ്ഞ DYFI പ്രവർത്തനമാണെന്നാണ് ആൾക്കാർ പറയുന്നത് കേട്ടോ. അവിടുത്തെ ഉത്സവ സമയത്ത് ധാരാളം പരിപാടികൾ നടത്താറുണ്ട്. MP-യും MLA-യും ക്രിസ്ത്യാനികളാണ്. ഓക്കെ, നമ്മളതിൽ വിശ്വസിക്കുന്നില്ല, സെക്യുലറാണ്. നമ്മളുടെ ഹിന്ദുവിസം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. അവർക്ക് സ്റ്റേജിൽ സീറ്റുണ്ട്. ദൈവമില്ല എന്നുറച്ച് വിശ്വസിച്ച് നടക്കുന്ന മന്ത്രി ശ്രീ രാജീവിന് സീറ്റുണ്ട്. ദൈവമില്ല എന്ന് പറയുന്ന മേയർക്ക് സീറ്റുണ്ട്. ദൈവമില്ല എന്ന് പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് സീറ്റുണ്ട്. ദൈവമുണ്ട്, അവിടെ പിച്ച വെച്ച് കളന്ന് ആ മണ്ണിൽ എഴുതി പഠിച്ച് അവിടുത്തെ തന്നെ BJP കൗൺസിലറായ എനിക്ക് സീറ്റില്ല. എന്താ കാര്യം? BJPക്കാർക്ക് ഇവിടെ സീറ്റില്ല. ജനങ്ങൾ എന്ത് വിചാരിക്കും? കോൺഗ്രസ് ക്രിസ്ത്യാനികൾക്ക് വന്ന് സ്റ്റേജിൽ കയറിയിരിക്കാം. അതിനെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു, ആരും തെറ്റിദ്ധരിക്കരുത്. MP-ക്കും MLA-ക്കും സീറ്റുണ്ട്. ദൈവമില്ലാത്ത നിരീശ്വരവാദികളായ ബാക്കി കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ സീറ്റുണ്ട്. BJPക്കാരിയായ ദൈവവിശ്വാസിയാണെന്ന് ഉറക്കെ പറയുന്ന കൗൺസിലറിന് സീറ്റില്ല. മോളാണ് അവിടുത്തെ ഒരു പൊതുജനങ്ങൾക്ക് എന്ത് വിചാരിക്കും? ഞാൻ മനഃപൂർവ്വം വന്നില്ല എന്ന്. ശരിയല്ലേ? നമ്മള് കൗൺസിലറെ കാണാതെ എന്താന്ന് ചിന്തിക്കുകയോ? മന്ത്രിക്ക് വരെ വരാം. ഇവരെന്തൊരു അഹങ്കാരി സ്ത്രീ, ഇവര് വന്നില്ല എന്നല്ലേ പറയുള്ളൂ. അപ്പൊ ഒരു വലിയ പരിപാടി അവിടെ നടക്കുന്നു. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ചു ചോദിച്ചു. അഖിൽ ദാമോദരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, തൃശ്ശൂരുകാരനാണ്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു ചോദിച്ചു, ഇന്ന് വലിയൊരു പരിപാടി നടക്കുന്നുണ്ടല്ലോ, ഞാൻ പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന്. അല്ല, ആദ്യം ഞാൻ വേറൊരു പരിപാടിക്ക് വിളിച്ചു ചോദിച്ചപ്പോ, നിങ്ങൾക്ക് വേണമെങ്കിൽ വാ, നിങ്ങളെ ഞങ്ങൾ വിളിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ ഇതിന് വിളിച്ചു ചോദിച്ച സ്ഥിതിക്ക് വാന്ന് പറഞ്ഞു. ഞാൻ നാണം കെട്ടുപോയി അവിടെ ഇരുന്ന് അതിൽ പങ്കെടുത്തു. അതിന് 2 ദിവസം കഴിഞ്ഞ് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വളരെ മാറ്റി വിളിക്കുന്നതല്ല കേട്ടോ, മിനിസ്റ്ററും കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്നു. ചോദിച്ചു, ഞാൻ ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടോ? നിങ്ങൾക്ക് പങ്കെടുക്കാൻ ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശവുമില്ല, നിങ്ങൾ ഈ അമ്പലത്തിനുള്ളിൽ കയറി പോവരുത്. ഞാൻ താങ്കൾ പറയേണ്ട കാര്യമല്ല. തൃശ്ശൂരിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ആൾക്ക് എറണാകുളത്ത് ജനിച്ച് വളർന്ന് എറണാകുളത്തിൻ്റെ നാഥനായ എറണാകുളത്തമ്പൻ്റെ ഉത്സവത്തിന് കയറരുതെന്ന് പറയാൻ താങ്കൾക്ക് ഒരു അവകാശമില്ല. സ്റ്റേജിൽ ഇരിക്കണോ വേണ്ടോ എന്നൊക്കെ താങ്കൾ തീരുമാനിക്കാം, താങ്കളുടെ CPM-കാർക്ക് തീരുമാനിക്കാം. പക്ഷേ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല എന്ന് താങ്കൾ പറയാൻ പാടില്ല. 1.5 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നിട്ട് എണീറ്റ് പോയി അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടില്ല. പിന്നെ കുറച്ച് പാർട്ടി പ്രവർത്തകരൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞില്ല എന്താണ് നമ്മൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഉത്സവകാലം ആയതുകൊണ്ട് മാത്രം ഞാൻ ഭഗവാനെ ജപിച്ച് ഓം നമഃ ശിവായ ജപിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിന് അന്ന് ഞാൻ നന്നായിട്ട് പ്രതികരിച്ചേനെ. പക്ഷേ ഈ പറയുന്ന മാന്യദേഹത്തിനെ കുറിച്ച് ധാരാളം കംപ്ലൈൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് അദ്ദേഹം അത് അവിടെ നിന്ന് എണ്ണീറ്റ് പോയത്. എന്തിന് ഈ ദേവസ്വം ഇവർ ഭരിക്കുന്നു? മറ്റ് മതസ്ഥർക്ക് അവരുടെ ദേവാലയങ്ങളും മറ്റു കാര്യങ്ങളും നോക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഹിന്ദുക്കൾക്ക് അത്രയ്ക്ക് ബുദ്ധിയും ബോധമില്ലേ? നമ്മളുടെ മതപരമായ സ്ഥാപനങ്ങൾ നമുക്ക് നോക്കാൻ പറ്റില്ലേ? ബബിത, യു ആർ ഓൾസോ എ ഹിന്ദു. മറ്റു മതസ്ഥർക്ക് അവരുടെ പള്ളിയും കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ നോക്കാൻ പറ്റുമെങ്കിൽ നമ്മളുടെ കാര്യം നോക്കാൻ നമുക്ക് പറ്റില്ലേ? നമ്മൾ എന്തിനു ഗവൺമെന്റ് ഭരിക്കണം? അതിലേക്ക് കേരളത്തിൽ ഇപ്പൊ എറണാകുളത്തെ അമ്പലം മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളും CPM-ന്റെ ഭരണത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ക്ഷേത്രം മുഴുവൻ CPM-ന്റെ ഒരു പാർട്ടി ഓഫീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള ഞാൻ തൃപ്പൂണിത്തുറയാണ്, തൃപ്പൂണിത്തുറ പൂർണ്ണ അമ്പലത്തിലും ഇത് തന്നെ അവസ്ഥ. ഈ കേരളം മുഴുവൻ ഇവരുടെ പാർട്ടി ആളുകളുടെ, ഇവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എന്തിനാന്ന് ഇവർ ഇതിന്റെ അകത്ത് കയറുന്നത്? പൈസ ഉണ്ടാക്കുന്നതോ? അമ്പലത്തിന്റെ മുമ്പിലിരുന്ന് പൈസ കളക്ട് ചെയ്യണു, പുറകിലിരുന്ന് പൈസ കളക്ട് ചെയ്യണു. എൻ്റെ മോളെ ഞാനൊരു ദിവസം നോക്കുമ്പോൾ ഭഗവാൻ ഇവിടെ ഇരിക്കുന്നെങ്കിലും പൂജാരിമാർ
ഇരുന്ന് പ്രസാദം കൊടുത്ത സ്ഥലമുണ്ട്. അവിടെ മേശയും കസേരയും ഇട്ട് അതിന്റെ മുകളിൽ കയറി ഇരുന്ന് റെസിറ്റ് ചെയ്യുന്നു. ഞാൻ കൗൺസിലർ, നമ്മൾ താഴെ ഇറങ്ങാൻ പറഞ്ഞു. ഭഗവാന്റെ മുകളിൽ കയറിയിരിക്കാൻ ആളായിട്ടില്ല. ഇനി ഇവിടെ തന്നെ ഇരിക്കുന്ന നിർബന്ധമാണെങ്കിൽ ഒരു പലകയിട്ട് ചെറിയ ഒരു എഴുത്തുപെട്ടി ഉണ്ടല്ലോ അതുപോലെ വെച്ച് ചെയ്താൽ കസേരയും മേശയും ഇട്ട് നമ്മളുടെ തിരുനടയ്ക്കുള്ളിൽ കയറിയിരിക്കാൻ പറ്റില്ല. എന്നിട്ട് നിലത്തിറങ്ങി അവിടെ തന്നെ മേശയും കസേര ഇട്ടിരിക്കണമെന്ന്. പിന്നെ താഴത്താണെന്ന് പറയാം. താഴെന്ന് പറഞ്ഞാൽ ഭഗവാനെക്കാട്ടിലും ഉയർന്ന ഇതിലല്ല. നമ്മൾ ഹിന്ദുക്കൾ മാത്രമല്ലേ ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നുള്ളൂ. അല്ല, നമ്മളിപ്പോ ഈ ക്ഷേത്രത്തിൽ തന്നെ പൂജാരിമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവര് പറയും ചില പൂജകളൊക്കെ അവർ അധികം പുറത്തേക്ക് പറയുന്നില്ല ദേവസ്വം ക്ഷേത്രങ്ങൾ. അപ്പൊ അതെന്താന്ന് വെച്ചാൽ പറയും ചിലപ്പോ അതുകൂടി പൈസക്ക് അവര് വിൽക്കും, അതുകൊണ്ട് അതുകൂടി ഞങ്ങൾ പറയുന്നില്ല. അപ്പൊ എത്രത്തോളം ഇവർ ഈ പൈസക്ക് വേണ്ടി നമ്മുടെ ക്ഷേത്രങ്ങൾ ഇവർക്ക് ഒരു ധൈര്യം ഉണ്ടോ ഒരു പള്ളി ചെന്ന് ഇങ്ങനെയൊന്ന് പറയാൻ? അല്ലെങ്കിൽ അവർക്കൊരു മോസ്കിൽ പോയി ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊക്കെ അവരുടെ ആരാധനകൾ നന്നായി നടത്താനും അതിനെ പരിരക്ഷിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളായ നമ്മൾക്ക് അതിനുള്ള കഴിവില്ല എന്ന് എന്തുകൊണ്ട് ഗവൺമെന്റ് വിചാരിക്കുന്നു? എന്ത് നന്നായിട്ട് ഓരോ പള്ളികൾ നടക്കുന്നു, എന്ത് നന്നായിട്ട് ഓരോ മോസ്കുകൾ നടക്കുന്നു. അപ്പം നമ്മൾ ഹിന്ദുക്കൾക്ക് അതിനുള്ള വിവേചന അധികാരമില്ല, നമുക്കത് നടത്താനുള്ള കഴിവില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവർ എന്തിന് അത് നടത്തുന്നു? എന്താണ് ശബരിമലയിൽ എത്ര കോടി രൂപയാണ് വരുന്നത്? അത് എങ്ങോട്ട് പോകുന്നു? അവിടെ നിന്നുള്ള അമ്പലത്തിലേക്ക് പോകാനെങ്കിൽ എല്ലാവർക്കും അറിയണം. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്, ഇരട്ടിയുടെ ഇരട്ടി പൈസയല്ലേ ട്രാൻസ്പോർട്ട് ബസ്സിൽ മേടിക്കുന്നത്. എന്നാൽ മറ്റു പലർക്കും പല സ്ഥലങ്ങളിലേക്കുള്ളത് ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. നമുക്കറിയാമത്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ പ്രതികരിക്കുന്നില്ല? ഇപ്പൊ നമ്മൾ തുടങ്ങിയ സബ്ജക്റ്റ് വേറെയാണ്, പക്ഷേ ഒരു ഹിന്ദുവായി ജനിച്ച എനിക്ക് ഹിന്ദുവായിട്ട് തന്നെ ആത്മാഭിമാനത്തോടെ മരിക്കണമെന്നുണ്ട്, ആത്മാഭിമാനത്തോടെ ജീവിക്കണമെന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ സഹിക്കണമെന്ന് ആലോചിക്കുമ്പോൾ, നമ്മുടെ വരും തലമുറ എന്തൊക്കെ സഹിക്കണം എന്ന് ആലോചിക്കുമ്പോൾ, നമുക്ക് അവിടെ ഒരു വേദപഠന ക്ലാസ് ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ കൂടിയിരുന്ന് സംസാരിക്കാനായിട്ട് ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മോളെ, രാജസ്ഥാനി പെൺകുട്ടി, ഒരു നമ്മുടെ ഹിന്ദു തന്നെയാണ്, കല്യാണം കഴിച്ചേക്കണേ. അപ്പം ഡോക്ടറാണ്. പറയും, പപ്പ ചേച്ചി ഞാൻ അമ്പലത്തിൽ പോയിട്ട് അമ്മ അച്ഛ വന്നപ്പോൾ ചോദിച്ചു ആരെയൊക്കെ നിങ്ങൾ അവരെ കണ്ടു? അവർ പറഞ്ഞു ആരെയും കണ്ടില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വന്നു എന്ന്. ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ല. രാജസ്ഥാനിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും കൂടും, എന്നിട്ട് ഞങ്ങൾ സംസാരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും വീട്ടിൽ എന്ത് പറ്റി, കുട്ടികൾ എത്ര എത്തി എന്നൊക്കെ, എന്താ നിങ്ങൾ ഇവിടെ ഇങ്ങനെ? ശരിയല്ലേ മോളെ? നമ്മളെ കണ്ടാൽ പോലും കൗൺസിലർ എന്ന നിലയ്ക്ക് പോലും കണ്ട ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കും. നമുക്ക് ഒരുമിച്ച് കൂടിയിരിക്കാനും സംസാരിക്കാനും വേദങ്ങൾ ഉച്ചരിക്കാൻ അല്ലെങ്കിൽ വീട്ടുകാരും പറയാൻ പോലും നമുക്കൊരു ഇടം അമ്പലങ്ങളിലില്ല. അപ്പൊ ആ കുട്ടി ഡോക്ടർ നിക്കിത പറഞ്ഞത് എത്ര ശരിയാണ്. അവിടെ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഉണ്ട്. ഇപ്പൊ പള്ളികളിലാണെങ്കിൽ അവർ ഒന്നു ചേരുന്നു, അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. അത് കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ കൈമാറുന്നു. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്ന പോലും ഇല്ലല്ലോ, നേരെ ഭഗവാനെ നോക്കിയിട്ട് നിൽക്കുകയല്ലേ. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. അപ്പൊ നമ്മൾ തൊഴുകുമ്പോൾ ഈ വിരലുകൾ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ മുട്ടി വേണം നിന്ന് പ്രാർത്ഥിക്കാൻ എന്ന് പറയും. എത്ര പേർക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആൾക്കാരെ കാണാം. ഇങ്ങനെ പിതാവിനും പുത്രനും അതുപോലെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതൊക്കെ കാണാം. നമ്മളെ പഠിപ്പിച്ചു തരാൻ ആരുമില്ല അല്ലേ? പഠിപ്പിച്ചു തന്നാൽ നമുക്കത് ഇഷ്ടമല്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടേതായ ചിട്ടകളും കാര്യങ്ങളും ഒക്കെ കുട്ടികളിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബാലഗോകുലമൊക്കെ ഉണ്ട്, അത് നന്നായി നടന്നു പോകുന്നുണ്ട്. ഞാനൊരു അതിര് കവിഞ്ഞ മതവിശ്വാസിയോ അങ്ങനെ ഒന്നുമല്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ചോയ്സാണ് ഞാൻ ചന്ദ്രശേഖരൻ്റെയും വിജയലക്ഷ്മിയുടെയും മകളായിട്ട് കൊച്ചിയിൽ ജനിച്ചത്. എനിക്ക് ജോസഫിൻ്റെയും മറിയയുടെയും മകളായിട്ട് അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ എവിടെ വേണമെങ്കിലും ജീവിക്കായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് യൂസഫിൻ്റെയും നബീസയുടെയും മകളായിട്ട് എവിടെ വേണമെങ്കിലും ജീവിക്കാൻ. പക്ഷേ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആത്മാവിന് പറ്റിയ സാഹചര്യം ഇവിടെ ഈ കേരളത്തിൽ വിജയലക്ഷ്മിയുടെയും ചന്ദ്രശേഖരൻ്റെയും മകളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ രണ്ടുപേരും കൂടി എന്ത് സമാധാനമായിട്ടിരിക്കുന്നു, നമ്മുടെ ക്യാമറാമാൻ എന്ത് സമാധാനമായിട്ടിരിക്കുന്നു, നമ്മൾ തമ്മിൽ ഇടിപിടിക്കുന്നുണ്ടോ? എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. ദെൻ വൈ ഒരു ബ്ലഡിൻ്റെ നീഡ് വരുമ്പോൾ ആരും പറയുന്നില്ല എനിക്ക് മുസ്ലിം ബ്ലഡ് വേണം, ക്രിസ്ത്യൻ ബ്ലഡ് വേണം, ഹിന്ദു ബ്ലഡ് വേണമെന്ന്. അപ്പോൾ വി ജസ്റ്റ് ആസ്ക് ഫോർ ദ ബ്ലഡ് ഗ്രൂപ്പ്.
അല്ലേ? അപ്പം നമുക്ക് എല്ലാവർക്കും താമസിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെയുണ്ട്. അതിന് ഈ പാർട്ടിക്കാർ ഓരോ അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിടയിൽ ഒരു സ്പർദ്ധ വളർത്തുക എന്നാണ് തോന്നുന്നത്. എനിക്ക് എന്തുമാത്രം അന്യമതസ്ഥരായ ഫ്രണ്ട്സ് ഉണ്ട്. അവിടെയൊക്കെ അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും അല്ലെങ്കിലും വെറുതെ സംസാരിക്കാനൊക്കെ ഞങ്ങൾ പോവാറുണ്ട്. പക്ഷെ പാർട്ടിയാണ് നമ്മളുടെ ഇടയിൽ ഇങ്ങനത്തെ തരം ദുഷ്ടചിന്തകൾ വോട്ടിന് വേണ്ടി വെട്ടുന്നെന്ന് എനിക്ക് തോന്നാറുണ്ട്. ബബിത തോന്നാറില്ലേ ബബിത? തീർച്ചയായിട്ടും. ചേച്ചി പറഞ്ഞ ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി അവർ ശരിക്കും ഏത് മതത്തിനെ പ്രൊമോട്ട് ചെയ്യണേന്ന് ഇന്നുവരെ വ്യക്തമായിട്ട് ഇവര് എപ്പോഴും പറയുന്നത് അവർ പുരോഗമനമായിട്ട് ചിന്തിക്കുമെന്ന് തോന്നുന്നു. പക്ഷെ നിലവിൽ അവർ ചില മതത്തിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു. കൊച്ചിയിൽ വരുമ്പോഴത്തേക്ക് അവർ വേറൊരു ലെവലിൽ പെരുമാറുന്നു. അവർ കുറച്ചുകൂടി ലോകത്തിനെ പുറമേ നിന്ന് വീക്ഷിക്കുന്ന പോലെ രീതിയിൽ കാണുന്നു. ചില ജില്ലകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവരൊരു മതത്തിന്റെ മാത്രമായിട്ട് ചുരുങ്ങുന്നു. സത്യത്തിൽ CPM-ന്റെ റോൾ എന്താന്ന് പോലും മനസ്സിലാവാത്ത അവസ്ഥയായിരിക്കും. അവർക്ക് പോലും അറിയില്ല മോളെ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓന്തിനെ പോലെ നിറം മാറിക്കൊണ്ടിരിക്കുകയല്ലേ? പലതരത്തിലും ഓന്ത് നിറം മാറുമല്ലോ. അതുപോലെ നമുക്ക് പേടി തോന്നുന്നൊരു വിധത്തിലാണ് ഇപ്പൊ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ഏകോദര സഹോദരത്തോടെയാണ് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ, അതിനുശേഷം ഇപ്പോഴാണെങ്കിൽ പോലും. പക്ഷെ ഇവര് വന്ന് നമ്മൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാനും ഒരു വിദ്വേഷം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്നില്ലേ എന്നൊരു സംശയം അഭ്യസ്തവിദ്യരായ നമുക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.